ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യത്തിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന്റെ ഇന്ത്യ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ UAE നയതന്ത്ര ബന്ധവും പ്രതിരോധ സഹകരണവും ശക്തിപ്പെടുത്താൻ സന്ദർശനം സഹായിക്കും. ഇന്ത്യക്ക് വലിയ തോതിൽ പ്രകൃതിവാതകം നൽകാനും ചർച്ചകളിൽ തീരുമാനമായിട്ടുണ്ട്. ദുബായിൽ നിന്ന് സുരേഷ് വെളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഇന്ത്യ സന്ദർശനം ഹ്രസ്വ സന്ദർശനമായിരുന്നുവെങ്കിൽ പോലും അതിനിർണായകമായിട്ടുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു. ഏതാണ്ട് 9ഓളം കരാറുകളിലാണ് ഇന്ത്യയും UAEയും തമ്മിൽ ഈ സന്ദർശനത്തിൽ ഒപ്പുവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിമാനത്താവളത്തിൽ എത്തിയാണ് ഷെയ്ഖ് മുഹമ്മദിനെ സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും ഇരു നേതാക്കളും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള ബന്ധം തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. കരാറുകളെ സംബന്ധിച്ച് 9 കരാറുകളിൽ ഏറ്റവും പ്രധാനം പ്രതിരോധ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും UAEയും തമ്മിൽ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദം ചർച്ചയായി. അത് ഇരു രാജ്യങ്ങൾക്കും നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ആ വിഷയം. അതോടൊപ്പം വ്യാപാരം ശക്തിപ്പെടുത്താനും 6 വർഷം കൊണ്ട് നിലവിലെ വ്യാപാരം ഇരട്ടിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതലായും LNG ഇന്ത്യക്ക് നൽകാൻ വേണ്ടി, പാചകവാതകം പ്രകൃതിവാതകം ഇന്ത്യക്ക് നൽകാൻ വേണ്ടി ഈ ചർച്ചകളിലൊക്കെ തന്നെ തീരുമാനമായി. അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താം എന്ന് UAE അറിയിക്കുകയും ചെയ്തു. അബുദാബിയിൽ പുതിയ സാംസ്കാരിക കേന്ദ്രം, ഇന്ത്യയുടെ സാംസ്കാരിക രംഗത്തുള്ള രംഗങ്ങളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാംസ്കാരിക കേന്ദ്രം അബുദാബിയിൽ ആരംഭിക്കും. അതോടൊപ്പം UPI ഉപയോഗിച്ചുള്ള ഇടപാടുകൾ ദുബായിൽ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇങ്ങനെ പല മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ കരാറുകളൊക്കെ തന്നെ. ബഹിരാകാശ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്ന കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇങ്ങനെ 9ഓളം കരാറുകളാണ് ഒപ്പുവെച്ചത്. അതോടൊപ്പം തന്നെയാണ് യമൻ വിഷയം ചർച്ചയായി എന്നുള്ളത്. യമനിലെ നിലവിലെ സാഹചര്യം ചർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം ഗാസ വിഷയം ചർച്ചയായിട്ടുണ്ട്. ഇറാനിലെ നിലവിലെ സാഹചര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ ഗൾഫ് മേഖലയിലും പശ്ചിമേഷ്യയും സംബന്ധിച്ചും ഏറ്റവും ഗൗരവതരമാണ് ഈ വിഷയങ്ങളും ഇത്തരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നത്. ആ സമയത്താണ് ഇന്ത്യയും UAEയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്, കരാറുകളിൽ എത്തിയിട്ടുള്ളത്. അത് ഇരു രാജ്യങ്ങൾക്കും അതിനിർണായകം തന്നെയാണ്.